നേരത്തെ വീട്ടിൽ വരുമല്ലോ ശ്രീ. പപ്പയോട് പറഞ്ഞ അതെങ്ങനെയെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്യാവോ അമ്മേ? എന്താ കോളേജിൽ വല്ല പയ്യന്മാരുമായിട്ട് റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ? റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ വേണ്ടെന്ന് പറയുള്ളൂ. പിന്നെന്താ? പ്ലീസ് പപ്പയോടൊന്ന് പറയാമേ. പപ്പയോടൊന്നും പറയാൻ പറ്റില്ല. ഷാർപ്പ് 6 മണിക്ക് എന്നെ വീട്ടിലെത്തിക്കോണം. എന്തായി ശ്രീ? സമ്മതിച്ചോ നീ? ഇല്ല ശ്രീ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശ്രീ. എന്താ പറ്റിയേ? ശ്രീ, നീ എങ്ങോട്ട് പോണേ? ശ്രീ വേണ്ട, ശ്രീ പറയുന്ന കേക്ക്. ശ്രീ വേണ്ട, ശ്രീ വേണ്ട ശ്രീ, പറയുന്ന കേക്ക്. ഋഷി വാ. ശ്രീ വേണ്ട, പറയുന്ന കേക്ക് കൂട്ടി. ശ്രീ സൂക്ഷിച്ച് പറഞ്ഞ കേക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? കുഴപ്പമില്ലല്ലോ. ശ്രീ കയ്യിലോട്ട് നോക്ക്, എത്ര ബ്ലഡാ പോയത്. ഏതോ ഒരുത്തിന് വേണ്ടി നീ എന്തിനാ ഇത്രയും റിസ്ക് എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നേ? എച്ച്ഒഡിയോട് ഞാൻ എന്ത് സമാധാനം പറയണ്ടേ? മാം ഇത് എനിക്കല്ലേ പറ്റിയത്. ഓവറായിട്ട് മാം എന്തിനാ ടെൻഷൻ ആവുന്നേ? ചേട്ടാ, ഏത് ഹോസ്പിറ്റലിലേക്കാ പോകുന്നേ? അറിയില്ല സാർ. 20 കിലോമീറ്ററിൽ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ല. ട്രാഫിക് ഇല്ലാത്ത റൂട്ടിൽ പോയി നോക്കണം. മറ്റു സ്റ്റുഡൻസിനെ വിട്ടിട്ട് എനിക്ക് എന്തായാലും നിന്റെ കൂടെ വരാൻ പറ്റില്ല. ഇപ്പൊ നീ പോയി അഡ്മിറ്റ് ആവുന്നത് ഏത് ഹോസ്പിറ്റലാണെന്ന് എന്നോട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോൺ ചെയ്ത് പറയണം. ടേക്ക് കെയർ ശ്രീ. ശ്രീ പേടിക്കണ്ട, പതുക്കെ ചെയ്യുള്ളൂ. തനിച്ചായ കൊണ്ട് പേടിയാ? എന്താ പേടിയോ? എനിക്കോ? അത് കണ്ടാലേ അറിയാം. ചേച്ചിക്ക് പേടിയുണ്ടെങ്കിൽ എൻ്റെ ടെഡിയുടെ കയ്യെ പിടിച്ചോ. ടെഡി അടുത്തുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും. ഇതിന് ബാറ്ററി ഇടുവാണെങ്കിൽ ഇതിന് നടക്കാൻ പറ്റും. നമ്മൾ പറയുന്നത് അതുപോലെ തിരിച്ചു പറയും. ടോക്കൻ ടോം മാതിരി. ക്യൂട്ട്. ഒന്നുമില്ല, ഹീമോഗ്ലോബിൻ ലെവൽ കുറച്ച് ലോ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ ഇഞ്ചക്ഷനാ. IV ഇഞ്ചക്ട് ചെയ്തോളാം. You will be all right quickly. മോൻ പേടിക്കണ്ട, ചേച്ചിക്ക് ചെറിയൊരു പനി അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഡൺ ഡോക്ടർ. ഫുൾ ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റം അറസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ കോമ സ്റ്റേജിലാണ് ഉള്ളത്. ഇതിങ്ങനെ ബ്ലഡ് ഒന്നും വരാതെ ജസ്റ്റ് ഒരു സ്റ്റിക്കർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഈ ബാർകോഡ് എത്ര നാൾ കഴിഞ്ഞാലും പോവില്ല. എല്ലാത്തിനും ഒരു സീക്രട്ട് ഉണ്ട്. കണ്ണു തുറന്നിങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ശരിക്കും പേടിയാവുന്നു. ഡോക്ടർ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ? ഞാനൊരു മെഡിക്കൽ ജേർണലിൽ വായിച്ചിട്ടുണ്ട്. ഒരു കോമ പേഷ്യൻറ്റിന് ഫുൾ ബോഡി അനസ്തേഷ്യ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്തു. ആ പേഷ്യൻ്റ് 6 മാസം കഴിഞ്ഞ് എണീറ്റപ്പോൾ ആ ഡോക്ടേഴ്സ് എന്തൊക്കെയാ പറഞ്ഞുവെന്ന് പേഴ്സണലായി അവരോടെല്ലാം പറഞ്ഞുവെന്ന്. മാത്രമല്ല ഫുൾ ഓപ്പറേഷൻ മൂന്നാമതൊരു വ്യക്തിയെ പോലെ മുകളിൽ നിന്ന് കണ്ടതായി റെക്കോർഡ്സുമുണ്ട്. ആ സമയത്ത് അതെല്ലാം കണ്ടത് അവളുടെ ബോഡിയോ മൈൻഡോ അല്ലെങ്കിൽ അവളുടെ ആത്മാവോ? എത്ര വലിയ ഡോക്ടേഴ്സാണെന്ന് പറഞ്ഞാലും
ഈ പ്രേതകഥയും സയൻസും കൂടി പറയുന്നതാ നമ്മുടെ നാടിൻ്റെ സ്പെഷ്യൽ. Yeah, that's right. Yeah. He's got a point.